Hello everyone, welcome back. This is Niranjana from Leo Tales. So, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെർഫ്യൂം റിവ്യൂ ആണ്. ഒരുപാട് പേര് അഫോർഡബിൾ പെർഫ്യൂംസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും വില കൂടിയ പെർഫ്യൂംസ് ആണ് നല്ലത് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരുപാട് ഇന്ത്യൻ ബ്രാൻഡ്സ് നല്ല പെർഫ്യൂംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ സിൻസ് ലാസ്റ്റ് ഇയർ ഞാൻ അങ്ങനെ കുറേ ബ്രാൻഡ്സ് എക്സ്പെരിമെന്റ് ചെയ്ത് കുറച്ച് വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് 5 ബ്രാൻഡുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ദീസ് ആർ ബേസിക്കലി പെർഫ്യൂം സെറ്റ്സ്. അപ്പോൾ അങ്ങനെ മൊത്തം ഏതാണ്ട് 20 പെർഫ്യൂംസ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ പെർഫ്യൂംസ് നിങ്ങൾക്ക് സെറ്റായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഫുൾ സൈസ് ആയിട്ടും വാങ്ങാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഗിഫ്റ്റ് ബോക്സസ് പോലെ ആട്ടോ ഇത് വരുന്നത്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ്. ഒന്നിൽ കൂടുതൽ പെർഫ്യൂംസ് ഒരു 15, 20 to 30 ml ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഈസിലി നിങ്ങൾക്ക് ഉപയോഗിച്ചൊരു ഡിസിഷൻ എത്തുന്ന വരെയുള്ള ക്വാണ്ടിറ്റി അതിനകത്തുണ്ടായിരിക്കും. ദേ ആർ നോട്ട് ജസ്റ്റ് കുഞ്ഞു സാമ്പിൾസ്. പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു വലിയ തടിയൻ ബോട്ടിലും കൊണ്ട് പോകുന്നതിന് വരും ഇങ്ങനെ കുഞ്ഞു ബോട്ടിൽസും കൊണ്ട് പോകാൻ പറ്റും. നല്ല ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ് കേട്ടോ. ശരിക്കും ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ്. യൂണിസെക്സ് ഫ്രേഗ്രൻസസ് ഉണ്ട്, ജെൻഡേർഡ് ഫ്രേഗ്രൻസസ് ഉണ്ട്. സോ ഇറ്റ്സ് റിയലി നൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ട, എനിക്കും ഹസ്ബൻഡിനും ഞങ്ങൾക്ക് പെർഫ്യൂം ക്രൈസ് ആണ്. അപ്പോൾ കുഞ്ഞു പെർഫ്യൂംസ് വാങ്ങി ട്രൈ ചെയ്ത് അതിൻ്റെ ബിഗ് സൈസ് വാങ്ങുക എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ കുറച്ച് പെർഫ്യൂം സെറ്റ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡായിരുന്നു ഇത്, സീക്രട്ട് ടെംപ്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് മുന്നേ ആമസോണിൽ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ദ പ്രൈസ് ഓഫ് ദിസ് കിറ്റ് ഇസ് ഓൺലി ലൈക്ക് ഐ തിങ്ക് 190 rupees, 190. ആൻഡ് യു ആർ ഗെറ്റിംഗ് 3 പെർഫ്യൂംസ്. അത് 30 ml സാമ്പിളിലെ 3 പെർഫ്യൂംസ് ആണ്. സാധാരണ 15, 20 ആ റേഞ്ചിലാണ് വരുന്നത്. 30 ml സാമ്പിൾസ് ആണ്. സോ ദ വേരിയൻസ് ഹിയർ ആർ റോസ്, ഡേസി, ഇതെല്ലാം ഒരു ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ജാസ്. സോ ഇതിൻ്റെ ബേസ് നോട്ട്സ്, ഹാർട്ട് നോട്ട്സ്, അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാനത് ബൈ ഹാർട്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അത് ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലും ഷെയർ ചെയ്യാം. ബട്ട് ബിഫോർ ഗോയിങ് ടു ദാറ്റ്, ഓൾ ഐ ഹാവ് ടു നോസ്, ഒരു പെർഫ്യൂം എടുക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന മണമാണ് ഈ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത്. അതൊന്ന് പോയി കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നതാണ് ഹാർട്ട് നോട്ട് അല്ലെങ്കിൽ മിഡിൽ നോട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു 2-3 hours കഴിഞ്ഞ് നല്ല പെർഫ്യൂം സെറ്റിലായി കഴിഞ്ഞാൽ നമുക്ക് അടിക്കുന്ന ഒരു മണത്തിനെയാണ് നമ്മൾ ബേസ് നോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 ടെർമിനോളജീസും ഉണ്ട്. വൺ ഇസ് കോൾഡ് സില്ലേജ് ആൻഡ് ദി അതർ ഇസ് കോൾഡ് പ്രൊജക്ഷൻ. ഇപ്പം ഞാനൊരു പെർഫ്യൂം അടിച്ച് റൂമിലോട്ട് കയറി വരുമ്പോൾ എൻ്റെ ചുറ്റും എത്ര ദൂരത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ആ മണം കിട്ടും എന്നുള്ളതിനാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത് നിൽക്കുന്നവർക്കാണോ, ഒരു 1-2 feet അപ്പുറത്ത് നിൽക്കുന്നവർക്ക് കിട്ടുമോ, അങ്ങനെ കൂടുതൽ ദൂരത്തിൽ മണം കിട്ടുകയാണെങ്കിൽ അത്രയും ബെറ്റർ എന്ന് പറയാം. സോ ദാറ്റ് ഇസ് പ്രൊജക്ഷൻ. പിന്നെ ഉള്ളത് സില്ലേജ്. സില്ലേജ് എന്ന് വെച്ചപ്പോൾ ഞാൻ പെർഫ്യൂം അടിച്ചിട്ട് നടന്നങ്ങ് പോയി, ഞാൻ പോയതിന് ശേഷം അവിടെ ആ മണം കിട്ടുന്നുണ്ടോ എന്നുള്ളതിനാണ് സില്ലേജ് എന്ന് വിളിക്കുന്നത്. നമ്മളിങ്ങനെ ഹെഡ് ടേണർ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനം. പൊതുവെ പെർഫ്യൂമിലെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച്, ഫ്രേഗ്രൻസ് ഓയിലിലെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് സില്ലേജും ബെറ്റർ ആകും, പ്രൊജക്ഷനും ബെറ്റർ ആകും, പ്രൈസും കൂടുമെന്നാണ്. ബട്ട് നോട്ട് ഓൾവേസ്. ആൻഡ് EDP ഉണ്ട്, EDT ഉണ്ട്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ ഫ്രേഗ്രൻസ് ഓയിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ് EDPയിൽ. അപ്പോൾ EDP ടൈപ്പ് പെർഫ്യൂംസ് ആകുമ്പോൾ കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഇൻ ടേംസ് ഓഫ് ഫ്രേഗ്രൻസ്. സോ ഇതിനകത്ത് ജാസിനാണ് ഏറ്റവും നല്ല റിവ്യൂസ്, നല്ല ജാസിൻ ഏറ്റവും വെറൈറ്റി ഫ്രേഗ്രൻസ് ഉള്ള റിവ്യൂസ് ഞാൻ കണ്ടത്. ആൻഡ് ദാറ്റ്സ് ട്രൂ. ദിസ് ഇസ് എ വെരി സെൻഷ്വൽ കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ്. നിങ്ങൾക്ക് ഒരു ഡേറ്റിനൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു നൈറ്റ് പാർട്ടി അങ്ങനത്തെ ഒരു ഫ്രേഗ്രൻസ് ആണ് ജാസിനുള്ളത്. ഡേസി ഇസ് പക്ക ഫ്ലോറൽ. ഇറ്റ്സ് വെരി നൈസ് ഫ്ലോറൽ വിത്ത് എ ഹിന്റ് ഓഫ് വനില എന്ന് പറയാമെന്നറിയില്ല, അങ്ങനത്തെ ഒരു ഫ്രഷ് ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ് ഡേസി. ഒരു നോ ബ്രെയിനർ ആണ്. ഫ്ലോറൽ ഫ്രേഗ്രൻസ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഡേസി ഇഷ്ടപ്പെടും. ആൻഡ് റൂബിക്കകത്ത് ഡെഫിനറ്റ്ലി ഒരു ഫ്ലോറൽ മസ്കി ഫ്രേഗ്രൻസ് ഉണ്ട്. ആൻഡ് റൂബി ഇസ് കുറച്ചൊരു മസ്കി സോർട്ട് ഓഫ് ഫ്രേഗ്രൻസ്. ജാസ് ഇസ് ലൈക്ക് എ ഗുഡ് ഈവനിങ് ഫ്രേഗ്രൻസ്. ആൻഡ് ഡേസി ഇസ് എ പ്രോപ്പർ ഫ്ലോറൽ ഫ്രേഗ്രൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് മണമാണ്. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് വാവിൻ്റെ ഈ സെറ്റാണ്. ഇതിലൊരു റിവ്യൂ കണ്ടു, ഒരാൾ പറഞ്ഞേക്കുന്നു 2 മണങ്ങൾ ഭയങ്കര മോശമാണ്, ഭയങ്കര ചീപ്പാണ്. ബട്ട് ടു മൈ സർപ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സെറ്റാണിത്. ഞാൻ വാവിൻ്റെ അങ്ങനത്തെ ഒരു ഫാനൊന്നും അല്ല. വാവിൻ്റെ ബ്രാൻഡ് എനിക്ക് ഇഷ്ടപ്പെടാത്ത പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. ബട്ട് പെർഫ്യൂംസ് വെർ റിയലി ഗുഡ്. ഇത് വാവിൻ്റെ ഫോർ ഹെർ സെറ്റാണ്. ഇതിനകത്ത് 4 മണങ്ങളാണുള്ളത്: ഫ്ലോറൽ, ഔദ്, അക്വ ആൻഡ് വുഡി. ഇതിൽ ഈ അക്വയുടെ മണം ഞാൻ ഹസ്ബൻഡിനോട് പറയാതെ ജസ്റ്റ് ആൾക്ക് ബോട്ടിൽ ഇങ്ങനെ മണപ്പിച്ചിട്ട് ഇത് എന്ത് ടൈപ്പ് മണമെന്ന് ചോദിച്ചപ്പോൾ ആൾ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു ഇത് അക്വാറ്റിക് ബീച്ചി മണമാണെന്ന് പറഞ്ഞു. they have nailed the fragrance. ഒരു ബീച്ചി ഫ്രേഗ്രൻസ്. ദിസ് ഇസ് സോ ഗുഡ്. ഒരു യൂണിസെക്സ് ഫ്രേഗ്രൻസ് ആണ്, ഫെമിനൈൻ എന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ദെൻ വി ഹാവ് ടാൻജോ ഡിലൈറ്റ്. ടാൻജോ ഡിലൈറ്റ് ഇസ് കുറച്ച് മസ്കി മാസ്കുലിൻ. എൻ്റെ ഹസ്ബൻഡിന് ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു, വൈൽഡ് സ്റ്റോണിൻ്റെ ഹൈഡ്ര. ആ ഹൈഡ്രയൊക്കെ അനുസ്മരിപ്പിക്കുന്ന കുറച്ചൊരു മാസ്കുലിൻ ഒരു ഫ്രേഗ്രൻസ് ആണിത്. വുഡിയാണ്. ഇറ്റ്സ് ഫോർ ഹെർ എന്ന് പറഞ്ഞാലും ഇറ്റ്സ് മോർ ലൈക്ക് എ യൂണിസെക്സ് സെറ്റ്. പിന്നെ
അറേബ്യൻ നൈറ്റ് ഇസ് ഔദ്, ബട്ട് ഇത് ഭയങ്കര ഇങ്ങനെ കുത്തലുള്ള അങ്ങനത്തെ ഒരു ഹെവി ഔദ് അല്ല, കുറച്ചൊരു ഫ്ലോറൽ ഔദ് കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ് ആണ്. ഞാനൊരു ഭയങ്കര ഔദ് ക്രേസ് ഉള്ള ഒരാളാണ്. ദി ലാസ്റ്റ് വൺ ഇസ് ഡാർജിലിംഗ് ഡ്യൂ. ഇറ്റ്സ് സാൻഡൽവുഡ് റോസ് കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ് ആണ് ഡാർജിലിംഗ് വുഡ്. പക്ക ഫ്ലോറൽ ഫ്രേഗ്രൻസ്. എനിക്ക് ഈ 4 ഫ്രേഗ്രൻസും ഭയങ്കര ഡിസ്റ്റിങ്ക്റ്റ് ആണ്. എനിക്ക് അതാണ് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. ഞാൻ ഈ ബോക്സൊക്കെ കളയാതെ വെച്ചിരുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ, കാരണം ഇതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ ബോക്സൊക്കെ എടുത്ത് കളയും. ഹെർ എന്ന് ചെയ്യുന്നതിനേക്കാളും യൂണിസെക്സ് എന്ന് വിളിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് പെർഫ്യൂംസിൻ്റെ മണങ്ങൾ ഭയങ്കര എക്സ്പെരിമെൻ്റ് ഇഷ്ടമാണെങ്കിൽ ബൗവിൻ്റെ സെറ്റ് ഇസ് ലൈക്ക് റിയലി ഗുഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിക്ക് ചെയ്തത് ദ മാൻ കമ്പനി എന്നുള്ളതിൻ്റെ ഒരു മെയിൽ സെറ്റാണ്. എനിക്കത് മാൻ കമ്പനിക്ക് ജെൻസ് ഫ്രേഗ്രൻസസ് യൂണിസെക്സ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇത് ജെന്റിൽമാൻസ് മൂഡ്സ് എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. ഫയർ ഇസ് എ ക്ലാസിക് മെയിൽ ഫ്രേഗ്രൻസ്. അടിച്ചു വരുമ്പോൾ തന്നെ നമുക്കറിയാം ദിസ് എ മാസ്കുലിൻ ഫ്രേഗ്രൻസ്. കുറച്ചൊരു മസ്കി അങ്ങനത്തെ ഒരു മണമാണ്. ഐ തിങ്ക് നൈറ്റ് ഇസ് മോർ ഫെമിനൈൻ ഞാൻ പറയത്തില്ല, ബട്ട് നൈറ്റിനെ വേണമെങ്കിൽ യൂണിസെക്സ് ഫ്രേഗ്രൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നൈറ്റ് ഹാസ് കുറച്ചും കൂടി ഒരു സ്വീറ്റ് എലമെൻ്റ് ഉണ്ട്. പിന്നെ വി ഹാവ് ബ്ലാങ്ക്. വാട്ട് ഇസ് ബ്ലാങ്ക് തോ? ബ്ലാങ്ക് ഇസ് ഒരു കൊളോൺ ലൈക്ക് ഫ്രേഗ്രൻസ് ആണ്. നോട്ട് ഇൻ എ ബാഡ് വേ, ഭയങ്കര സ്ട്രോങ് കൊളോൺ എന്നല്ല, പക്ഷേ ഒരു മെയിൽ ഫ്രേഗ്രൻസ് ആണ് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിക്കുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു ഫ്രേഗ്രൻസ് ആണ് ബ്ലാങ്ക്. സ്ട്രിക്ട്ലി മാസ്കുലിൻ ഐ ഗെസ്. ദെൻ വി ഹാവ് ഔദ്. നോ, നേരത്തെ ഞാൻ ബോവിൻ്റെ സെറ്റിൽ ഒരു ഔദ് കാണിച്ചില്ല, അതൊരു ഫ്ലോറൽ ഔദാണ്, കുറച്ചും കൂടെ ഒരു ഫെമിനൈൻ അങ്ങനെ. ഇതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ സ്ട്രോങ് ഔദാണ്. എനിക്കിത് ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ സ്ട്രോങ് ഊഡ് ഫ്രേഗ്രൻസസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലെനിക്ക് തോന്നുന്നു if I were to think of my husband wearing these perfumes, so I would like blank is sort of strong for me, but I think men would like it. ബാക്കി 3 മണങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ബട്ട് ദെൻ ബ്ലാങ്ക് ഇസ് എ ഗുഡ് മണം, അത് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. ആൻഡ് ദിസ് ക്യാൻ ബി എ ഗുഡ് ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ഫോർ മെൻ ബിക്കോസ് പാക്കേജിങ് ഇസ് റിയലി നൈസ്. പിന്നെ നിസാര ബ്യൂട്ടി, ഇതിൻ്റെ ഈ പെർഫ്യൂമിൻ്റെ ബിഗ് ബോട്ടിൽസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഐ തോട്ട് ബിഗ് ബോട്ടിലിന് മുന്നേ നമുക്ക് സ്മോൾ ബോട്ടിൽ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ നിസാരയുടെ 15 ml 4 ബോട്ടിൽസാണ് ഇതിനകത്തുള്ളത്. ഇറ്റ്സ് എ ഗുഡ് ഗിഫ്റ്റിംഗ് ഓപ്ഷൻ. മറ്റേ മാഗ്നറ്റിക് ലാച്ച് ഉള്ള ബോക്സ് ആണ് കേട്ടോ. അതായത് വൺസ് ഇപ്പം നമ്മൾ പെർഫ്യൂം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ ബ്ലാക്ക് ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ ബോക്സ് നിങ്ങൾക്ക് ഒരു സേഫ് കീപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കാം. സോ ദാറ്റ് വേ ഇറ്റ് ഇസ് ഗുഡ്. ഇതാണ് നമ്മുടെ 4 ബോട്ടിൽസ്. ഈ ബോട്ടിൽസ് തന്നെ ഭയങ്കര പ്രിറ്റി ആട്ടോ. ഈ സ്മോൾ സൈസിൽ വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഇസ് മിഡ് നൈറ്റ് ടീസ്. ബെല്ല വിറ്റയുടെ ഡേറ്റ് എന്നൊരു പെർഫ്യൂം ഉണ്ട്. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പെർഫ്യൂംസ്. ഇത് അലമാരിക്കകത്തുണ്ടായിരുന്നു, നോക്കട്ടെ, ഇപ്പം അലമാരി കാണുന്നില്ല, ഐ തിങ്ക് തീർന്നു എന്ന് തോന്നുന്നു. ആ ഡേറ്റ് ഒക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. ഇറ്റ്സ് എ ടീസ് എന്നുള്ള നെയിം ഇസ് കറക്റ്റ്. ഇറ്റ്സ് ഒരു ഡേറ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചൊരു സെൻഷ്വൽ കൈൻഡ് ഓഫ് ഒരു ഫ്രേഗ്രൻസ് ആണ്. നോട്ട് ഓവർ ദ ടോപ്പ് ബട്ട് ഗുഡ്. പിന്നെ ഉള്ളത് വാനില റഷ്. നല്ലൊരു വാനില ഫ്രേഗ്രൻസ് ആണ്. ഞാൻ പൊതുവെ അങ്ങനെ വാനില ഫ്രേഗ്രൻസ് ഫാൻ അല്ല. ഫെമിനൈൻ ഫ്രേഗ്രൻസസ് എടുത്താലും ഞാനിങ്ങനെ വാനില അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളല്ല. ബട്ട് ദിസ് ഇസ് എ വെരി ഫ്രഷ് വാനില ഫ്രേഗ്രൻസ്, വെരി പ്ലസൻറ്റ്. പിന്നെ ഉള്ളത് ഗേൾ പവർ. ഗേൾ പവർ ഇസ് കുറച്ചൊരു റോസി ഫ്രേഗ്രൻസ് ആണ്. നോട്ട് എ സ്ട്രോങ് റോസി ഫ്രേഗ്രൻസ് ബട്ട് ഒരു പ്രോപ്പർ ഫ്ലോറൽ ഫ്രേഗ്രൻസ്, ഒരു സേഫ് ഫ്രേഗ്രൻസ് ആണ്. കോളേജിലൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന, ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഫ്രേഗ്രൻസ്. ആൻഡ് ഒരുപാട് നല്ല റിവ്യൂസ് കേട്ടിട്ടുള്ളത് ഈ മിസ് ഗോർജിയസ് എന്നുള്ള പെർഫ്യൂമാണ്. ലുക്ക് അറ്റ് ദ പർപ്പിൾ കളർ, സോ പ്രിറ്റി, സോ നൈസ്. ഇതും എനിക്ക് ഡേറ്റുമായിട്ട് കുറച്ച് സിമിലർ ആയിട്ടാണ് തോന്നിയത്. ഈ 2 ഫ്രേഗ്രൻസസും ദേ ആർ വെരി സെഡക്റ്റീവ്, മേ ബി എ സ്ട്രോങ് വേർഡ് ടു യൂസ്, ബട്ട് ദീസ് 2 ആർ ലൈക്ക് ഒരു ടിപ്പിക്കൽ ഗേളി ഫ്രേഗ്രൻസ് അല്ല. something is different about these 2 fragrances. So this is a good option. And the last one, Bella Vita പെർഫ്യൂം സെറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് സെറ്റുകളുണ്ട്. അതിലിങ്ങനത്തെ ഒരു മാർബിൾ ഡിസൈൻ വരുന്ന ഒരു ബോക്സിലൊരു സെറ്റാണ് ഞാൻ ഇത്തവണ ചൂസ് ചെയ്തത്. യൂണിസെക്സ് കിറ്റ് എന്നാണ് പേര്, പക്ഷേ എൻ്റെ പേരിലൊക്കെ കേട്ട പക്ക മെയിൽ പേരുകളാണ്. നാർക്കോ, നൈറ്റ് ഫീവർ, ഗോസ്റ്റ് അല്ലേ, സോറി, ഡെവിൾ, വൈറ്റ് മസ്ക്, അങ്ങനെ വൈറ്റ് മസ്ക് അല്ല, പ്യോർ മസ്ക്, അങ്ങനത്തെ കുറച്ച് സ്ട്രോങ് പേരുകളാണ്. നാർക്കോ നോക്കട്ടെ. നാർക്കോ ഇസ് വാട്ട് ഇസ് നാർക്കോ ലൈക്ക്? നാർക്കോ ഇസ് വുഡി. ഇറ്റ് ഈസ് വുഡി, ബട്ട് ഇറ്റ്സ് woody, grassy kind of fragrance. I think I like it in my husband. Then we have Night Fever. Night Fever is more of a sensual, ഒരു നൈറ്റ് പാർട്ടി കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ്. ബട്ട് യൂണിസെക്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റാട്ടോ, അത് ഭയങ്കര ഒരു മെയിൽ മണം എന്ന് തോന്നില്ല. ഇത് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും കാണുമായിരിക്കും. ഡെവിൾ ഇസ് കുറച്ചൊരു
musky, woody kind of fragrance on Devil. And Pure Musk is not all that strong actually. ഇത് നാലും തമ്മിൽ എനിക്ക് അങ്ങനെ ഭയങ്കര ഡിഫറൻസ് എനിക്ക് വാക്കാൽ എനിക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഓൾ ഐ ക്യാൻ സേ ഇസ് ദീസ് ആർ ഡെഫിനറ്റ്ലി യൂണിസെക്സ്. ഇത് രണ്ടും നാർക്കോ ആൻഡ് പ്യൂർ മസ്ക് ക്യാൻ ബി മോർ മാസ്കുലിൻ, ബട്ട് ഇത് യൂണിസെക്സ് ഫ്രേഗ്രൻസ് തന്നെ ആയിരിക്കും. ഓവറോൾ ഐ ക്യാൻ സീ മൈസെൽഫ് യൂസിങ് ഡെവിൾ ആൻഡ് നൈറ്റ് ഫീവർ കൂടുതൽ എന്നാണ് തോന്നുന്നത്. നാർക്കോ ഡസ് ഫീൽ വുഡി ആൻഡ് കുറച്ച് ഗ്രീൻസ്, ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. ഞാനിപ്പോൾ ഒരു പെർഫ്യൂം എക്സ്പെർട്ട് ഒന്നും ആയിട്ടില്ല, സോ അങ്ങനെ എനിക്ക് പറയാൻ അറിയത്തില്ല. എന്തായാലും ദീസ് ആർ ദ സെറ്റ്സ് ദാറ്റ് വി ആർ കറൻ്റ്ലി യൂസിങ് ആൻഡ് എൻജോയിങ്. ഐ ആബ്സല്യൂട്ട്ലി ലവ് ദീസ്. വെരി പ്രിറ്റി, വെരി അഫോർഡബിളി പ്രൈസ്ഡ് ആൻഡ് നല്ല വെറൈറ്റി മണങ്ങളുമാണ്. സോ പ്ലീസ് ഡു ചെക്ക് ദീസ് ഔട്ട്. ആൻഡ് ഇതിന് മുന്നേ പെർഫ്യൂം വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇന്ന് ഏതാണ്ട് നമ്മൾ 15-20 പെർഫ്യൂംസ് മീറ്റ് ചെയ്തല്ലോ. ഐ ഹോപ്പ് ഐ കുഡ് ബ്രിങ് ഇൻ സം ഗുഡ് ഓപ്ഷൻസ് ഫോർ യു. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.